ഇപ്പോഴും റോഡ് ഷോ പുരോഗമിക്കുകയാണ്. നമുക്ക് കാണാവുന്നതുപോലെ പൊന്നാനി, പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിലുള്ളത്. നേരത്തെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരെയാണ് BJP പാലക്കാട് അണിനിരത്തിയിരുന്നത്. പക്ഷേ പാലക്കാട് റോഡ് ഷോയിൽ പക്ഷേ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ കാണാനില്ല. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വാഹനത്തിലുണ്ട്. ഇപ്പോൾ കാണാവുന്നതുപോലെ പ്രവർത്തകർ ആവേശപൂർവ്വം നരേന്ദ്രമോദിക്ക് മുദ്രാവാക്യം വിളിക്കുകയാണ്. അവരുടെ മുദ്രാവാക്യം വിളികളിൽ പുഷ്പവൃഷ്ടിക്കിടയിലാണ് പ്രധാനമന്ത്രിയുടെ വാഹനം മുന്നോട്ട് നീങ്ങുന്നത്. പാലക്കാട് പട്ടണത്തിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. ആവേശപൂർവ്വം പ്രവർത്തകർ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ദീപക് മലേമ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ദീപക്, വളരെ ആവേശപൂർവ്വമാണ് BJPയുടെ പ്രവർത്തകർ ഇപ്പോൾ നരേന്ദ്രമോദിയെ അഭിവാദ്യം ചെയ്യുന്നത്. ദൃശ്യങ്ങളിലൂടെ നമുക്കത് കാണാം. ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രവർത്തകരുടെ ഏറ്റവും ആവേശം നമുക്ക് ലഭ്യമാകുന്നത്. ദീപക്, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകളെ സംഘടിപ്പിക്കുമെന്നായിരുന്നു BJP പറഞ്ഞിരുന്നത്. ഏതാണ്ട് സമാനമായ വിധത്തിൽ വലിയ നിലയിലുള്ള ജനക്കൂട്ടം എത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജംഗ്ഷൻ ആ മേഖലയിലേക്ക്. ദീപക് മലയമ്മയിലേക്ക് ഞാൻ തിരിച്ചെത്താം. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ ഏതാണ്ട് മധ്യഭാഗത്തേക്ക് കടക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് BJP പ്രവർത്തകർ നരേന്ദ്രമോദിയെ പുഷ്പവൃഷ്ടി നടത്തി പാലക്കാട്ടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ മലപ്പുറം, പൊന്നാനി, പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ BJP പ്രവർത്തകരാണ് പ്രധാനമായും നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരാൻ BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആവേശപൂർവ്വമാണ് ആബാലവൃദ്ധം വരുന്ന ജനങ്ങൾ, BJP പ്രവർത്തകർ ഇപ്പോൾ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി പാലക്കാട്ടെ മണ്ണിലെത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാവുന്നതുപോലെ തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയുമായി മുന്നോട്ട് പോവുകയാണ്. പ്രവർത്തകർക്ക് നരേന്ദ്രമോദി മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ ആവേശം വരികയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രചാരകനാണ്, BJPയുടെ ഏറ്റവും വലിയ പ്രചാരകനാണ്. ഈ തവണ 400 ലോക്സഭാ മണ്ഡലങ്ങളാണ് NDAയുടെ ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യം. ആ 400 സീറ്റുകൾ സ്വന്തമാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഒരിക്കൽ BJPയെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമലയായിരുന്ന കേരള മണ്ണിലേക്ക് തുടരെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആവേശപൂർവ്വം BJP പ്രവർത്തകർ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാവുന്നതാണ്. ദീപക് മലേമ നമ്മോടൊപ്പം ഉണ്ട്. ദീപക്, പുഷ്പം കൊണ്ട് അണിയിച്ച വാഹനത്തിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പാലക്കാട് മണ്ണിലൂടെ, പാലക്കാട് നഗരത്തിലൂടെ കനത്ത ചൂടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ, BJP പ്രവർത്തകരുടെ ആവേശം നമുക്ക് കാണാവുന്നതാണ്. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ദീപക്? പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിലേക്ക് അടുപ്പിച്ചൊരാഴ്ചക്കിടെ 2 തവണ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. എ ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിൽ തന്നെ പാലക്കാട് മണ്ഡലത്തിലേക്ക് കൂടി ഇന്ന് ഇപ്പോൾ മോദി അല്പസമയം മുൻപ് എത്തിയിരിക്കുന്നു. കോട്ടമൈതാനം കടന്ന് പിന്നീട് 5 വിളക്കിൽ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്കുള്ള ഏതാണ്ട് 900 മീറ്റർ എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ഈ ആരാധകരെ എല്ലാം തന്നെ കയ്യിലെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ എല്ലാം തന്നെ ത്രസിപ്പിച്ചുകൊണ്ടാണ് മോദി കടന്നു പോകുന്നത് എന്നുള്ളതാണ്. എ ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയ്ക്ക് C. കൃഷ്ണകുമാറിന്റെ
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരപ്രചാരകൻ എന്നുള്ള നിലയിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പാലക്കാടേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ അവസാനിക്കുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ 3 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിക്കൊപ്പം ആ ഒരു വാഹനത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുള്ളതായിരുന്നു വിവരമെങ്കിൽ ഇപ്പോൾ പൊന്നാനിയിലെയും ഒപ്പം തന്നെ പാലക്കാടത്തെയും പ്രതിനിധികളാണ് നിലവിൽ പ്രധാനമന്ത്രിക്കൊപ്പം ആ വാഹനത്തിൽ ഉള്ളത്. റോഡിന്റെ ഇരുവശത്തും കാത്തുനിന്നിരുന്ന BJP പ്രവർത്തകർ അത്രയേറെ ആഹ്ലാദത്തോടു കൂടി തന്നെയാണ് ആ വരവേൽപ്പ് നടത്തിയിരിക്കുന്നത്. ഇത്തവണ ഒരു സീറ്റെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ പൂർണ്ണാർത്ഥത്തിൽ തന്നെ നേതാക്കൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കൂടിയാണ് ദക്ഷിണേന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി കടന്നു വരുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. നേരത്തെ തന്നെ പാലക്കാട് ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടാൻ BJPയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. പാലക്കാട് പാലക്കാട് നിയമസഭാ മണ്ഡലം, ഒപ്പം തന്നെ കോങ്ങാട് ഉൾപ്പെടെ മലമ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തെ പൂർണ്ണാർത്ഥത്തിൽ ഇത്തവണ വോട്ടാക്കി മാറ്റാൻ സാധിച്ചാൽ അത് ഒരു തരത്തിൽ വരും കാലഘട്ടത്തിലേക്ക് പോലും ഒരു നിലം ഒരുക്കുന്നതിൽ തുല്യമാകുമെന്നുള്ള കണക്കുകൂട്ടൽ കൂടി BJPയെ സംബന്ധിച്ചുണ്ട്. അത്തരത്തിൽ തന്നെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെ ഈ ഒരു പ്രചാരണ രംഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാഴ്ചകൾ കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രയേറെ സ്വീകാര്യത മേഖലകളിൽ നിന്നും നരേന്ദ്രമോദിക്ക് ഉണ്ട്. ഒരു താരപ്രചാരകൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനും 1.5 ലക്ഷത്തോളം എന്ന് പറഞ്ഞിരിക്കുന്ന BJPയുടെ ആ ഒരു കണക്കിലേക്ക് ആളുകളെ എത്തിക്കാനും ഒക്കെയുള്ള സംഘാടന ശക്തി പാലക്കാട് നമ്മൾ കാണുന്നു എന്നുള്ളത് കൂടി ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഇപ്പോൾ സുൽത്താൻപേട്ട് പിന്നിട്ട് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വോട്ട് പെട്ടിയിലേക്ക് ഈ പാലക്കാടത്തെ വോട്ടർമാർ ഏത് തരത്തിലാണ് പ്രതികരണം നടത്തുന്നത് എന്നുള്ളത് അറിയാനുണ്ട്. ഇനി ഏപ്രിൽ 26-നേക്ക് വോട്ടെടുപ്പ് ദിനത്തിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിലേക്കും പ്രത്യേകിച്ച് കേരളത്തിന്റെ വിവിധ ജില്ലകളിലേക്കും എത്തിയ നരേന്ദ്രമോദിയുടെ പ്രചാരണം എത്രത്തോളം ഗുണം ചെയ്തു എന്നുള്ള കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങനെ എന്തായാലും ഇത്രയേറെ വലിയ ചൂടിനെ പ്രതിരോധിച്ചും നിരവധിയായ ആളുകൾ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. അതോടുകൂടി 900 മീറ്റർ റോഡ് ഷോ അവസാനിക്കുകയും ചെയ്യും. ഇനി വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഏതാണ്ട് 37ഓളം ദിവസങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കൻ കേരളത്തിലേക്ക് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ അത്തരത്തിലുള്ള സന്ദർശനം ഉണ്ടാകുമോ, റോഡ് ഷോ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് അറിയാനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു പൊതുവേദിക്ക് അപ്പുറത്തേക്ക് റോഡ് ഷോ എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രി ആദ്യമായി എത്തുകയാണ് എന്നുള്ള പ്രത്യേകത കൂടി ഇന്നത്തെ പാലക്കാടത്തെ റോഡ് ഷോയ്ക്കുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ 5 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് മാത്രം എത്തിയത് എന്നുള്ളത് കൂടി കാണണം. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് ബാലികേറാമലയായി നിൽക്കുന്ന കേരളത്തിൽ ഇത്തവണയെങ്കിലും ആ അർത്ഥത്തിൽ ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ, 2 അക്കം എന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷ, അത് ഏതർത്ഥത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അറിയാനുണ്ട്. അങ്ങനെ ഈ തവണ പ്രധാനമന്ത്രി കൂടുതലായി കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിനോട് ഈ വോട്ടർമാർ ഏത് തരത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് അറിയാനുണ്ട്. എന്തായാലും റോഡ് ഷോ അല്പസമയത്തിനകം പര്യവസാനിക്കും. നികേഷ്, വളരെ ആവേശപൂർവ്വമാണ് BJP പ്രവർത്തകർ നരേന്ദ്രമോദിക്ക് സ്വീകരണം നൽകുന്നത്. കേരളം ബാലികേറാമലയല്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് BJPയുടെ ഏറ്റവും വലിയ പ്രചാരകനായ നരേന്ദ്രമോദിയെ പാലക്കാട്ട് മണ്ണിലേക്ക്, കേരളത്തിലെ മണ്ണിലേക്ക് BJP ആവർത്തിച്ചെത്തിക്കുന്നത്. കേരളത്തിൽ BJPയുടെയും NDAയുടെയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി കേരളം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്.